അതാ ഇത്തിരി ഇത് നട്ടിട്ടുണ്ട്. കൈമാവലി കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഇതാ വെണ്ടത്തയ്യണ്ട, ഈ വെണ്ടത്തയ്യ മുളപ്പിച്ച വെണ്ടത്തയ്യാണ്. ഇത് നമുക്ക് പറിച്ച് നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം കാണിക്കുന്നത്. ഇതിപ്പം കണ്ടല്ലോ, ഇതേപോലെ ഞാൻ ഈ ബാഗിൻ്റെ അകത്ത് കുറച്ച് ഒരു ചകരിത്തൊണ്ട് ഇട്ട് വെക്കുന്നുണ്ട്. ചകരിത്തൊണ്ട് കണ്ട, ഈ ചകരിത്തൊണ്ട് ഇട്ട് വെച്ചു. ഈ ചകരിത്തൊണ്ട് ഇതിൻ്റെ അടിയിൽ വെക്കുന്നത് വെച്ചാൽ വെള്ളം മഴക്കാലമായതുകൊണ്ടാണ് ഇതിങ്ങനെ വെക്കുന്നത്. വേലിക്കാലാണെങ്കിൽ വെള്ളം അവിടെ കെട്ടി നിന്നാലും കുഴപ്പമില്ല, പക്ഷേ ഈ വേഗം പറ്റും. പക്ഷേ ഇതിപ്പോൾ കെട്ടി നിന്നാൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് അത് ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് ഈ വെള്ളം താണു പോകാൻ വേണ്ടിയിട്ടാണ് ഈ മഴക്കാലത്ത് ഞാൻ ശ്രദ്ധിക്കുന്നതായത്. ഇതുപോലെ നിങ്ങളും ചെയ്യുക. കുറച്ച് പിന്നെ ഇത് ഇതിൻ്റെ കരിയില ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. സീമക്കൊന്ന ഇപ്പോൾ എടുത്തിട്ടില്ല. സീമക്കൊന്ന ഇനി വളം കൊടുക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ചെയ്യും. ഇപ്പോൾ സീമക്കൊന്ന ആയതെല്ലാം കഴിഞ്ഞു. ഇനി ആദ്യം ആവണത്രേ, തീർത്ത് വരുന്നുണ്ട്. ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ നല്ലപോലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ ആക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ ഇതേപോലെ നട്ടു കൊടുക്കുക. കണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വേണ്ടുന്നത്ര വളവും തോലും വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നാലും എന്താ വെച്ചാൽ നല്ലപോലെ നന്നാവും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്ന് ഇട്ട് നടുന്നുണ്ടേ. കണ്ടോ, ഇതേപോലെ നല്ല തയ്യായി കിട്ടീനി. ഞാനിവിടുന്ന് മുളപ്പിച്ചത് കൊണ്ട് നല്ല തയ്യായി കിട്ടീനി. കണ്ടോ, ഇതേപോലെ നല്ല തയ്യായി കിട്ടി. അത് നല്ല ഉഷാറായിട്ട് വളരുകയും ചെയ്യും. ഇനിയിപ്പം ഇതേപോലെ നമുക്കെല്ലാം നട്ടു കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഞാനിപ്പോൾ ഇവിടെ 2 നട്ടു. ഇനിയിപ്പം നടാനാണ് പോകുന്നു. ഇനിയിപ്പോൾ ഇത് ആദ്യം എന്നും കൂടി എടുക്കട്ടെ. ഇതിൻ്റെ അകത്തും ഇതേപോലെ തന്നെ ചകരി വെക്കുക. ചകരി വെച്ചിട്ടേക്കെന്ന് വെച്ചാൽ വെള്ളം നിൽക്കുന്നു. ചകരി വെച്ചാൽ തന്നെ ഇത് മണ്ണല്ലല്ലോ, മണ്ണ് വെള്ളം അങ്ങനെ കുടിക്കൂലല്ലോ. ഇതെല്ലാം കൂടി വളവും എല്ലാം കൂടി കൂടുതലാകുമ്പോൾ അതിൻ്റെ അകത്ത് ചക്കമടലും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതിൽ ഓർമ്മയില്ല എനിക്കിതാ. ചക്കമടൽ ഇടുന്നുണ്ട്. ചക്കമടൽ വേണ്ട, ചക്കമടൽ ഇട്ടിട്ടാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നത്. കണ്ടല്ലോ, ഇതേപോലെ കരിയില വാരിയിട്ടു. ഇനി ചക്കമടൽ വാരിയിട്ടു അടിയിൽ. ആ ചക്കമടലിൻ്റെ മേലെ കരിയില വാരിയിട്ടു. നല്ല വളമാണ് ചക്കമടൽ, നല്ല വളമാണ്. അടിയിൽ തൊണ്ട് വെച്ചു. അതിൻ്റെ മേലെ കുറച്ച് കരിയിലിട്ടു. അതിൻ്റെ മേലെയാണ് ചക്കമടൽ. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കരിയിലയും കൂടി വാരിയിട്ടു. കണ്ടില്ലേ, ഇതേപോലെ കരിയില പറമ്പത്തിന് ഇട്ട് കൊണ്ടുവരണം. ഇതിൻ്റെ മേലെ കോട്ടയും മിശ്രിതവും വാരിയിരുന്നു. കണ്ടില്ലേ, ഇതാ കോട്ടയും. എന്നാന്ന് വെച്ചാൽ വെയിറ്റ് ഉണ്ടാവില്ല, ഇത് എടുത്ത് കൊണ്ടു കിടക്കാൻ പറ്റും. മണ്ണാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്ത് പൊന്തിച്ച് കൊണ്ടുപോകാൻ വിഷമാണ്. ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. കണ്ടില്ലേ, ഇതേപോലെ ആക്കി ഇത് നിറച്ചു. ഇത് ഞാൻ ചാക്കിലല്ല നടുന്നത്, ബാഗിൽ തന്നെയാണ് നടുന്നത്. ബാഗുണ്ട്, കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് കുറയുണ്ട്. പക്ഷേ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുമോ എന്നൊരു പേടി, അതുകൊണ്ടാണ് ഞാൻ ചാക്കിൽ നടുന്നത്. ഇപ്പം കണ്ടല്ലോ, ഇതേപോലെ നടുക. ഇതുപോലെ തന്നെ നടുക. കണ്ടാ, കണ്ടില്ലേ, ഇതേപോലെ നടുക. കണ്ടാ, ഇതുപോലെ നട്ടിട്ട് ഇത് വെക്കുക. കണ്ടില്ലേ, ഇതാ ആയി. ഇനിയിപ്പം ഒന്നും കൂടി ഉണ്ടാടെ നടേ, ഇതും കൂടി നട്ടേ. ഇതിൻ്റെ അകത്ത് അത് ഇതേപോലെ തന്നെ എല്ലാ പണിയും ഇതേപോലെ തന്നെ ചെയ്യാം. മഴക്കാലത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം, വെള്ളത്തിനെ ശ്രദ്ധിക്കണം. വേനൽക്കാലം നമുക്ക് അടിച്ചു കൊടുക്കാം. വെള്ളം കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ കൂടിപ്പോയാലും വെള്ളം മേല് വരുമ്പോൾ അങ്ങ് ഉണങ്ങിക്കോളും. ഇപ്പം അങ്ങനെയല്ല, മഴക്കാലമായതുകൊണ്ട് മഴ വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വെള്ളം കെട്ടി നിൽക്കുമ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മഴക്ക് വെക്കാണ്ട് നിൽക്കാനും കഴിയില്ലല്ലോ. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. കണ്ട, ചക്കമടൽ വാരിയിട്ടു. ചക്കമടൽ നമുക്കിതെല്ലാം നല്ല വളമല്ല. ഇതെല്ലാം നമ്മൾ ഇട്ട് നട്ട് കഴിഞ്ഞിട്ടല്ല, എല്ലാം പറമ്പത്തതാണ് ഇങ്ങനെയുള്ള സാധനങ്ങളും പറമ്പത്ത് ചേർന്നുകൊണ്ടാണ് ഒരുപാട് വളങ്ങൾ ഉണ്ടാകുന്നത്. ഇട്ടപ്പുറം എന്ന് പറയുന്ന സാധനം അതാണ്. അടുക്കളപ്പുറത്ത് നല്ലോണം പച്ചക്കറിയെല്ലാം എന്ത് സാധനമായാലും നന്നാകുന്നത് അതാണ്. ഇതിപ്പോൾ ഉണ്ടല്ലേ, ഇതേപോലെ ഞാൻ ഇതിൽ വാരിക്കൊണ്ടച്ചിട്ടുണ്ട്, കുറേ വാരിക്കൊണ്ടച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇതുപോലെ ഇതിലിട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നിറച്ച് കൊടുക്കാം. കണ്ടോ, ബാഗെല്ലാം പൊട്ടാൻ പോകുന്നു. എന്നാലും ഒരിക്കലും കൂടി നടാൻ പറ്റും. അതിനാണ് ഇപ്പോൾ ഒരു ബാഗ് മേടിക്കണ്ടെങ്കിൽ പൈസ വേണ്ടേ. അതിന് നോക്കുമ്പോൾ ഇതിനകത്ത് 2 നട്ടെങ്കിലല്ലാണ്ട് നമുക്ക് പൈസ കൊടുത്തതിന് മുതലാവില്ലല്ലോ. അതാണ്. ഇത് തൊടുമ്പോൾ നമ്മൾ എടുക്കേണ്ട പോലെ എടുത്തിട്ട് ബാഗ് ബാക്കി ഉണ്ടാവില്ല. ബാഗ് എന്താ കൊടുക്കുക, ബാഗ് പൊട്ടിപ്പോവും, പറഞ്ഞു പോവും.
കുറച്ച് കാലം കഴിയുമ്പോൾ അങ്ങനെയുണ്ട് ഈ ബാഗിനൊരു ഇത്. ഇപ്പം കണ്ടല്ലോ, ഇതാ ഇതുപോലെ എടുക്കുക, ഇത് നടുക. ഇതിൻ്റെ അകത്ത് നല്ല തൈയാണ്, വെണ്ടക്കൈ നല്ല ഉഷാറായിന്. പുറത്ത് നട്ടില്ലെങ്കിൽ ഇത് വെണ്ട തൈ ബാക്കി ഉണ്ടാവില്ല, മഴ പെയ്യുമ്പം അത് ചീഞ്ഞിട്ട്. അതുകൊണ്ട് ഇപ്പം നല്ലൊരു തൈയായിട്ട് കിട്ടി. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചത് കൊണ്ട് നല്ലൊരു തൈയായിട്ട് കിട്ടി. ഉണ്ടല്ലേ, ഇതുപോലെ ഇനി നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുക, ഇതേപോലെ തന്നെ ചെയ്യുക. ഉണ്ടല്ലോ ചകിരി, ഇതാ ഈ ചകിരി ഒന്ന് അടിയിൽ വെച്ചാൽ അത് പൊന്തി കിട്ടിയാലുണ്ടല്ലോ അതിലേക്കൂടെ അങ്ങ് വെള്ളം അങ്ങ് ഊരി ഊരി പോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. ഉണ്ടല്ലോ ഇതേപോലെ ഉണ്ടോ, ഇതുപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഇത് നിറച്ചു, ഇതിൻ്റെ മേലെ ചക്ക മടൽ നിറച്ചു. ഉണ്ടല്ലേ, ഇതേപോലെ ചക്ക മടൽ ഇട്ടു. ചക്ക മടൽ മാത്രമല്ല, അടുക്കള വേസ്റ്റും എല്ലാം ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം അടുക്കളയിലെ കറി മുറിക്കുന്നതിൻ്റെ വേസ്റ്റുകളാണ്, കണ്ട ഇതെല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഈ കരിയില വാരിയിടുക. കരിയില നമുക്ക് അത്ര ഇട്ടാലും നല്ല വളമാണ്, വേഗം അങ്ങനെ നല്ലൊരു പിന്നെ നമുക്കെല്ലാവരും വേരിളക്കത്തിന് നല്ലതാണ്. ഈ കരിയില വാരിയിട്ടാൽ നമ്മളെ ഈ പച്ചക്കറീൻ്റെ വേരിളക്കം ഉണ്ടല്ലോ നല്ലപോലെ വേരിളകി പോയിക്കോളൂ, ഈ ചപ്പിൻ്റെ അതിലെ കൂടി പോയിട്ട്. വെറും കരിയിലയിൽ നട്ടാലും നമ്മൾ ഈ കൃഷി നന്നാവും, പച്ചക്കറി കൃഷി നന്നാവും. അങ്ങനെയുണ്ട്. ഇപ്പം ഇത് വാരിയിട്ടെ, എന്താ ഇതേപോലെ വാരിയിട്ടിട്ട് ഇട്ട് കാണിച്ചു തരാമല്ലോ. കണ്ട ഇതാണ് വെണ്ടയാണ്. ഇനിയും കുറേ കൃഷികൾ നടാനുണ്ട്. ഈ വീട്ടിൽ ചകിരിച്ചോറ് കൊണ്ടുവരാത്തത് കൊണ്ടാണ് ചകിരിച്ചോറിന് പറയണത്രേ, കൊണ്ടുവന്നിട്ട് വേണം ഇനിയിപ്പം നടണ്ടിക്കൽ ബാക്കി. എന്താ അതേപോലെ ഉണ്ടല്ലേ, ഇതേപോലെ ഇതിൻ്റെ അകത്ത് ഒന്നും കൂടി നടാം. ഇപ്പോൾ ഇത്രയേ നടുന്നുള്ളൂ, ബാക്കി കുറച്ചുണ്ട്, അത് ഞാൻ പയ്യെ നട്ടോളും. ഇപ്പം നന്നാൽ ശരിയാവില്ല. ഉണ്ടല്ലേ, ഇതേപോലെ നടുക. എന്താ എല്ലാം നല്ല ഉഷാറുള്ള തൈയാണ്, നല്ല ശക്തി. നമ്മൾ തൈ വാങ്ങുന്നുണ്ടെങ്കിൽ ഇത്ര നന്നായി കിട്ടൂല നമുക്ക്. ഉണ്ടല്ലോ, ഇപ്പം 4, 5, 6, 7 എണ്ണമായി. ഉണ്ടോ, 7 എണ്ണമായി. ഇനിയിപ്പം ബാക്കി നടാനുണ്ട്, അത് ഞാൻ പിന്നെ നടാം. നോക്കട്ടെ സമയം എന്തുണ്ട് നോക്കട്ടെ. ഇത് ഇത്തിരിയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാനും വീഡിയോ ഇടാനും പറ്റൂല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ കയ്യിലെല്ലാം നിർത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പറയേണ്ടത്. ഇനിയിപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.